ഗുഡ് ആഫ്റ്റർനൂൺ വ്യൂസ്. ഇന്ന് കോൾ ഇന്ത്യ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കോൾ ഇന്ത്യ മെയിൻലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിൻ്റെ 2% ഷെയർ വിറ്റഴിച്ചുകൊണ്ടാണ് കോൾ ഇന്ത്യ കുറച്ച് കുറഞ്ഞിട്ടുള്ളത്. പിന്നെ അഡാനി ട്രാൻസ്മിഷൻ, ദാറ്റ് ഈസ് അഡാനി എനർജീസിൻ്റെ സ്റ്റോക്ക് കുറച്ച് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഖത്തറിലെ സോവറിൻ വെൽത്ത് ഫണ്ട് ആയിരുന്നു. സോ അവർ വിറ്റ് അതിനുശേഷം ബിർള മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചെന്ന് കേട്ടു. സോ ഇതാണ് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഈ വാർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആലോചിക്കുക, അമേരിക്കയുടെ സ്ട്രെങ്ത് എന്താണ് കമ്പയർ ടു ഇറാൻ. ഈ ഇറാൻ പറയുന്നത് ഞങ്ങൾ അമേരിക്കയായിട്ട് ഫൈറ്റ് ചെയ്യും, പക്ഷേ അമേരിക്ക ഈസ് ഹാവിങ് ആൻ അൺമാച്ച് സ്ട്രെങ്ത്. ഇറാന് അവരായിട്ട് ഫൈറ്റ് ബാക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് കാരണം വെച്ചാൽ അമേരിക്കൻ ലോകത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് AI, പിന്നെ അവരെ ഹാർഡ്വെയർസ്, സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ അൺമാച്ച് സ്ട്രെങ്ത് ആണ് അമേരിക്കേൻ്റെ. അതുപോലെ അമേരിക്ക പറയാന്ന് വെച്ചാൽ അവരൊക്കെ ഒരു ഹിഡൻ അസറ്റ് എന്ന് പറയാന്ന് വെച്ചാൽ അവർക്ക് ഗവൺമെൻറ് ഫണ്ടഡ് ആയിട്ടുള്ള ധാരാളം റിസർച്ച് ലാബ്സ് ഉണ്ട്. അത് ഈ ലോകത്തിൽ ഒരു രാജ്യത്തിനും ഇല്ല. അതുപോലെ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 60,000-ഓളം കൂടുതൽ വരുന്ന വേൾഡ് നോബൽ പ്രൈസ് കിട്ടിയ സയൻറ്റിസ്റ്റുകൾ, അതുപോലെ നാഷണൽ ലാബ്സ്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ലാബ്സ്, അമേരിക്കൻ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ് ഇൻവെൻഷൻസ്, സ്പേസിൽ അമേരിക്കൻ്റെ സ്ട്രെങ്ത്, പിന്നെ അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോർ ദ ന്യൂ ജനറേഷൻ, പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റംസ് ഫോർ സയൻറ്റിഫിക് ഡിസ്കവറി, ഇങ്ങനെയുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിങ്സ്, ക്വാണ്ടം ഇൻഫർമേഷൻ സയൻസ്, പിന്നെ എനർജി സിസ്റ്റംസ് നോക്കാമല്ലോ. അവർക്ക് ഫ്യൂഷനും ഫിഷനും റിന്യൂവബിൾ എനർജി ടെക്നിക്സും എല്ലാം ടെക്നോളജി അറിയുന്ന ഒരു രാജ്യമാണ്. സോ വേറൊരു കാര്യം, അമേരിക്കയിലെ ഈ പുതിയ ബിസിനസ്സുകാരായാലും ശരി ആരായാലും അവർ പോയിട്ട് അവിടെ അമേരിക്കയിലെ ബിസിനസ് ഇഷ്ടപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ റൂൾ ഓഫ് ലോ ആൻഡ് ലീഗൽ സിസ്റ്റംസ്, നിങ്ങളൊരു ബിസിനസ് കൊലാപ്സ് ചെയ്താലും അവിടെ ഒരു ബാങ്ക്രപ്സി ഫയൽ ചെയ്യുക, നിങ്ങൾക്ക് അവിടുന്ന് ബാങ്ക്രപ്സി ഫയൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ രാജ്യത്തൊന്നും അത് പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് വിജയമല്ലേൻ്റെ കേസ് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിങ്ങൾക്ക് ഫ്രീഡം ടു ഡ്രീം ആൻഡ് ആക്ട് ആൻഡ് സക്സീഡ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. പിന്നെ വേറൊരു കാര്യം, അമേരിക്ക ഒരു മെൽറ്റിംഗ് പോട്ടാണ്. ഒരു ചൈനക്കാരൻ അമേരിക്കയിൽ വന്നിട്ട് അമേരിക്കൻ സിറ്റിസൺ ആകാൻ പറ്റും, ഇന്ത്യക്കാരൻ അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ സിറ്റിസൺ ആവാം, അറബിന് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ സിറ്റിസൺ ആകും. പക്ഷേ നമ്മളൊക്കെ ഗൾഫിൽ പോയിട്ട് നിങ്ങളൊരു ഗോൾഡൻ വിസ എടുത്തുകൊണ്ട് അവിടുത്തെ സിറ്റിസൺ ആണെന്ന് വരുന്ന കുറേ വീഡിയോകളുണ്ടാവും. പക്ഷേ അതൊന്നും അല്ല സത്യം. പിന്നെ അമേരിക്ക ഓൾവേസ് അപ്രീഷിയേറ്റ് പീപ്പിൾ ഹു ആർ ടേക്കിംഗ് റിസ്ക്. പക്ഷേ ചൈനീസിനെ സംബന്ധിച്ചോളം ചൈനീസിൻ്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ അവരുടെ ലോജിസ്റ്റിക്സ് കൺട്രോൾ, അവർ ഷിപ്പ്, പോർട്ട്, അണ്ടർഗ്രൗണ്ട് കേബിൾസ്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് അവരൊരു വലിയൊരു സ്ട്രെങ്ത്താണ് ചൈനീസിൻ്റെ. പിന്നെ ലോ കോസ്റ്റ് മാനുഫാക്ചറിങ്, ഇതൊക്കെയാണ് ചൈനീസിൻ്റെ സ്ട്രെങ്ത്തായി ഞാൻ കാണുന്നത്. സോ താങ്ക് യു ഫോർ ബീങ് മൈ ചാനൽ.